അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും അതിന് ഉത്തരങ്ങൾ എങ്ങനെ കൊടുക്കുക എന്നൊക്കെ പഠിച്ചു വരികയാണല്ലേ. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുമ്പത്തെ 2 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണണം കേട്ടോ. കാരണം ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ആദ്യം അത് കണ്ടിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയോ എന്ന് ആദ്യം നോക്കണ്ടേ. അവൾക്ക് വിശക്കുന്നുണ്ടോ? എങ്ങനെയാ പറയാ? ഇസ് ഷീ ഹംഗ്രി? അവൾക്ക് ഇസ് ഷീ ഹംഗ്രി? അവളായതുകൊണ്ട് ഷീ വേണം അല്ലേ. ഞാൻ ലേറ്റ് ആണോ എന്ന് ചോദിക്കും. ആം ഐ ലേറ്റ്? ആം ഐ ലേറ്റ് പറയുമ്പോൾ ഒരുമിച്ച് പറയണേ. ആം ഐ ലേറ്റ്? അടുത്ത് ATM ഉണ്ടോ എങ്ങനെ ചോദിക്കും? കുറച്ച് ഡിഫറെൻ്റ് ആയ സെൻറ്റൻസ് ആണ്. എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ദെയർ. ഇസ് ദെയർ എന്താണ്? ഒരു ATM. ഈ ഒരു ATM എന്ന് പറയണമെങ്കിൽ ആൻ ATM. ഇസ് ദെയർ എൻ ATM? അടുത്ത് നിയർ ബൈ. ഇസ് ദെയർ എൻ ATM നിയർ ബൈ? ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അടുത്ത് ബാങ്ക് ഉണ്ടോ എന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ അവിടെ ഇസ് ദെയർ എ ബാങ്ക്, ഇതിൽ ഇസ് ദെയർ ആൻ ATM. എങ്ങനെയാണ് വ്യത്യാസം വന്നതെന്ന് അറിയാലോ. ബാങ്ക് എന്ന് പറയുമ്പോൾ സൗണ്ട് എങ്ങനെയാണ്? ബാങ്ക് അല്ലേ. അപ്പോൾ ആ ഇ ഓ ഉ അങ്ങനത്തെ സൗണ്ടുകൾ വരികയാണെങ്കിൽ ആദ്യം ആൻ ചേർക്കണം. ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ എയോ ആനോ ചേർക്കണം. അത് ഏത് ചേർക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന വാക്ക് നോക്കണം. ആ വാക്കിൻ്റെ ആദ്യത്തെ ആ സൗണ്ടില്ലേ, ബാങ്ക് എന്ന് പറയുമ്പോൾ ബ എന്നുള്ള സൗണ്ടില്ലേ വരുന്നത്. അപ്പം നമ്മൾ എന്നുള്ള വാക്കാണ് ചേർക്കുക. എ ബാങ്ക്. ATM എ എന്നുള്ള സൗണ്ടില്ലേ, എ ഇ ഓ ഉ ആ ഈ സൗണ്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ശബ്ദമാണ് വരുന്നതെങ്കിൽ ആൻ എന്നുള്ള വാക്കാണ് ചേർക്കേണ്ടത്. മനസ്സിലായുള്ളത്? അപ്പോൾ ATM എ എന്നുള്ള ആ സൗണ്ടിൽ വരുന്നത് എ എന്ന് പറഞ്ഞുകൊണ്ട് ആൻ ATM കേട്ടോ. ഇസ് ദെയർ എൻ ATM നിയർ ബൈ? ഇവിടെ സ്കൂളുകളുണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ വന്നപ്പോൾ ചോദിക്കുക അവിടെ സ്കൂളുകളുണ്ടോ? എങ്ങനെ ചോദിക്കും? സ്കൂളുകൾ. നേരത്തെ ATM ഉണ്ടോ എന്നല്ലേ ചോദിച്ചേ. അപ്പോൾ ഈസ് ദെയർ. സ്കൂളുകൾ ബഹുവചനായതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർ ദെയർ എന്ന് ചോദിക്കണം. ഈസ് ദെയർ അല്ല കേട്ടോ. ആർ ദെയർ? ഏതെങ്കിലും സ്കൂളുണ്ടോ ഇവിടെ? ഏതെങ്കിലും എന്ന് പറയാൻ എനി. ആർ ദെയർ എനി സ്കൂൾസ് ഹിയർ? ഇവിടെ ഏതെങ്കിലും സ്കൂളുകളുണ്ടോ? ആർ ദെയർ എനി സ്കൂൾസ് ഹിയർ കേട്ടോ. എനി എന്ന് വെച്ചാൽ ഏതെങ്കിലും എന്നർത്ഥം കേട്ടോ. അപ്പോൾ ആർ ദെയർ എനി സ്കൂൾസ് ഹിയർ? ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ. ആർ ദെയർ എനി സ്കൂൾസ് ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലും സ്കൂളുകളുണ്ടോ? അവർ ടയേർഡാണോ? അവർ ക്ഷീണിതരാണോ എന്ന് ചോദിക്കും. അവർ ദേ ആർ ദേ ടയേർഡ്? അപ്പോൾ നമ്മളിപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടോ, ഇവിടെ ATM ഉണ്ടോ, ബാങ്ക് ഉണ്ടോ, അവൾക്ക് ഒരു കുട്ടിയുണ്ടോ, അവർ ക്ഷീണിതരാണോ, ഇങ്ങനത്തെ സെൻറ്റൻസുകൾ പറയാൻ പഠിച്ചു. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാം. ഞാനിത് എടുത്തോട്ടെ. നമ്മൾ സാധാരണ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. ഞാനിത് എടുത്തോട്ടെ എങ്ങനെ പറയും? ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ ക്യാൻ എന്നുള്ളൊരു വാക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. എടുക്കുക എന്നുള്ളതിന് ടേക്ക്. ഞാനിത് എടുത്തോട്ടെ. അപ്പോൾ ഇത് എന്താണ്? ദിസ്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ആർ അല്ലെങ്കിൽ എസ് അതൊക്കെയല്ലേ ആദ്യം വന്നേ. ഇവിടെ ക്യാൻ എന്നുള്ള വാക്കാണ് ആദ്യം വരിക. ഞാനിത് എടുത്തോട്ടെ. ക്യാൻ ഐ? ഞാൻ ഐ ടേക്ക് ദിസ്? എനിക്കിത് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം വരുന്നത്. ഞാനിത് എടുത്തോട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ പല രീതിയിൽ അത് ഉണ്ടാക്കാം. പക്ഷെ ഇപ്പം നമുക്ക് ക്യാൻ വെച്ച് ഉണ്ടാക്കുന്നത് പഠിക്കാം. എനിക്കിത് എടുക്കാൻ പറ്റുമോ? ക്യാൻ ഐ ടേക്ക് ദിസ്? എൻ്റെ കൂടെ പറയണേ. ക്യാൻ ഐ ടേക്ക് ദിസ്? എനിക്കിത് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാനിത് എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് ദിസ്? അപ്പോൾ ക്യാൻ ഐ എന്നുള്ളത് ഒരുമിച്ച് പറഞ്ഞോളൂ. ക്യാൻ ഐ ടേക്ക് ദിസ്? അപ്പോൾ ടേക്ക് ദിസിന് പകരം അവിടെ വേറെ എന്ത് പ്രവൃത്തി വേണമെങ്കിലും ആവാം. ഞാനിത് തിന്നോട്ടെ, എനിക്കിത് തിന്നാൻ പറ്റുമെന്നാണെങ്കിൽ ക്യാൻ ഐ ഈറ്റ് ദിസ് അല്ലേ. അപ്പോൾ ടേക്ക് എന്ന് വെച്ചാൽ എടുക്കുക, തിന്നുക എന്ന് പറഞ്ഞാൽ ഈറ്റ്, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് മനസ്സിലായോ? ഇതിൻ്റെ ഉത്തരം എങ്ങനെ കൊടുക്കുക? ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ക്യാൻ ഐ ടേക്ക് ദിസ്? ഞാനിത് എടുത്തോട്ടെ. എടുത്തോളൂ എന്ന് പറയാൻ യെസ് യു ക്യാൻ. യെസ് യു ക്യാൻ. പാടില്ല എന്ന് പറയണമെങ്കിൽ നോ യു കാൺട്ട്. അപ്പോൾ കണ്ടോ, ചെയ്തോളൂ എന്ന് പറയാൻ ക്യാനും, പാടില്ല എന്ന് പറയാൻ കാൺട്ട്. ഈ കാൺട്ട് എന്ന് പറഞ്ഞാൽ ക്യാൻ നോട്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. കനോട്ട് എന്നും പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ
ഷീ ഇസ് നോട്ട്, ഹീ ഇസ് നോട്ട് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇസ് ഒരു വാക്ക്, നോട്ട് വേറൊരു വാക്കാണ് പഠിച്ചത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മാത്രം ഈ ക്യാൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. കനോട്ട് ഒറ്റ വാക്കാണ്, രണ്ട് വാക്കുകളല്ല. ക്യാൻ നോട്ട് എന്നല്ല പറയേണ്ടത്, കനോട്ട് ഒറ്റ വാക്കാണ്. ഒന്നില്ലെങ്കിൽ കനോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ചുരുക്കിയിട്ട് കാൺട്ട്, CAN''T കേട്ടോ. അപ്പോൾ അത് മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ വേറെ വേറെ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാം, നന്നായിട്ടൊന്ന് തറവായിട്ട് പഠിക്കാം. ഒരു പെൺകുട്ടിയുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന്. അപ്പോൾ അവൾ ചെറിയ കുട്ടിയാണ്, നടക്കാറായോ എന്ന് നമുക്ക് ചോദിക്കണം. അങ്ങനെ ചോദിക്കാം. ക്യാൻ അവൾക്ക്, ഷീ പിന്നെ എന്താ പ്രവൃത്തി, വാക്ക്. ക്യാൻ ഷീ വാക്ക്, വാക്കല്ല വാക്ക്, ഒരു ഓ സൗണ്ടാണ് വരുന്നത് കേട്ടോ, ആ സൗണ്ടല്ല, വാക്ക്. ക്യാൻ ഷീ വാക്ക്, അവൾക്ക് നടക്കാൻ പറ്റുമോ, അവൾക്ക് ഇതുവരെ നടക്കാൻ പറ്റിയോ. അപ്പോൾ ഇതുവരെ എന്നൊക്കെയുള്ള അർത്ഥം വരുന്നുണ്ടെങ്കിൽ യെറ്റ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുക കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചോളൂ. അത് ഉപയോഗിച്ചില്ലെങ്കിലും ഈ സെൻറ്റൻസ് ശരിയാണ്. ക്യാൻ ഷീ വാക്ക്, അവൾക്ക് നടക്കാൻ പറ്റുമോ. ക്യാൻ ഷീ വാക്ക് യെറ്റ് എന്ന് ചോദിച്ചാൽ അവൾ ഇതുവരെ നടന്നിട്ടില്ല, ഇപ്പോൾ പറ്റുന്നുണ്ടോ എന്നൊരു അർത്ഥമാണ് അവിടെ. അപ്പോൾ ക്യാൻ ഷീ വാക്ക് എന്ന് ചോദിച്ചാൽ ഒരു ആക്സിഡൻറ്റ് പറ്റി ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നടക്കാൻ പറ്റുന്നുണ്ടോ, ക്യാൻ ഷീ വാക്ക് അങ്ങനെ ചോദിക്കാം. ആർക്ക് വേണമെങ്കിലും നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ലേ. എന്തെങ്കിലും രോഗമായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കാൻ പറ്റുമോ, അപ്പോൾ ക്യാൻ ഷീ വാക്ക്. ക്യാൻ ഷീ വാക്ക് യെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് നടക്കാത്ത ഒരാളാണ്, ഇപ്പോൾ പറ്റുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ് ക്യാൻ ഷീ വാക്ക് യെറ്റ്. അടുത്ത ചോദ്യം പറയാം, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. ഒന്ന് ചിന്തിച്ചുണ്ടാക്കുക, ബൈ ഹാർട്ട് പഠിക്കരുത്. വളരെ ചിന്തിച്ച് സമയം എടുത്ത് ഉണ്ടാക്കുക, എന്നാൽ മാത്രമേ നിങ്ങളിത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുള്ളൂ. ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾ എത്ര പഠിക്കും, കുറേ ബൈ ഹാർട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരോ വാക്ക്, ഇത് കഴിഞ്ഞിട്ട് എന്താ വരിക അങ്ങനെ. അപ്പോൾ ഒരു ബേസ് സെൻറ്റൻസ് ഒരെണ്ണം ഒരു റെഫറൻസിന് വേണ്ടി ക്യാൻ ഐ ടേക്ക് ദിസ്, അത് ഓർത്ത് വയ്ക്കുക. ക്യാൻ ഐ ടേക്ക് ദിസ്, അത് മാത്രം അതുപോലെ ഉണ്ടാക്കുക. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വേണം, എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് ഇസോ ആറോ അല്ലേ, ഇസ് ദെയർ എൻ ATM, ഈസ് ഷീ ടയേർഡ്, ആം ഐ ലേറ്റ്, അങ്ങനത്തെ വാക്കുകൾ ഉണ്ടാക്കില്ല. അപ്പോൾ ഇസ്, ആം, ആർ അതൊക്കെയാണ് അവിടെ വന്ന ക്വസ്റ്റ്യൻ വാക്കുകൾ അല്ലേ. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്ന വാക്കൊരു സ്പെഷ്യൽ വാക്കാണ് അല്ലേ. നേരത്തെ നമ്മൾ പഠിച്ചെന്താ, ഇസ്, ആർ, ആം അല്ലേ. ആം ഐ ലേറ്റ്, ഈസ് ഷീ യുവർ ഡോട്ടർ, ആർ ദെയർ ബാങ്ക്സ്. അപ്പോൾ ഇസോ ആറോ ആമോ ഒക്കെ വന്നു അല്ലേ. ഇപ്പം നമ്മൾ പറയണത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സെൻറ്റൻസുകൾ ക്യാൻ ആണ് എപ്പോഴും ആദ്യം വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആരുടെ കാര്യമാണ് പറയണേ, അവനാണെങ്കിൽ ഹി, അവളാണെങ്കിൽ ഷീ, ഞാനാണെങ്കിൽ ഐ, നീ ആണെങ്കിൽ യു. അപ്പോൾ ആ വാക്ക് വരും. പിന്നെ എന്ത് പ്രവൃത്തിയാണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത സെൻറ്റൻസ് പറയട്ടെ, നിങ്ങൾ എന്നോട് ഉണ്ടാക്കണേ. അവന് കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ചോദിക്കും. ക്യാൻ അവൻ, ഹീ ഉണ്ടാക്കുക, മേക്ക് എന്താണ് കാപ്പി, കോഫി. ക്യാൻ ഹി മേക്ക് കോഫി, അവന് കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ. അവളായിരുന്നെങ്കിലോ, ക്യാൻ ഷി മേക്ക് കോഫി, അവന് ഒരു കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിൽ ക്യാൻ ഹി മേക്ക് കോഫി. ഒരു കോഫി എന്ന് പറയില്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ കോഫി മാത്രം മതി. ക്യാൻ ഹി മേക്ക് കോഫി, അല്ലെങ്കിൽ അവളാണെങ്കിൽ ക്യാൻ ഷി മേക്ക് കോഫി. എളുപ്പമല്ലേ. ഇനി ചില ആൾക്കാർക്ക് ഗിറ്റാറൊക്കെ വായിക്കാൻ അറിയില്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാം, അവർക്ക് ഗിറ്റാറ് വായിക്കാൻ പറ്റുമോ, അത് അറിയുമോ എന്നുള്ള അർത്ഥത്തിൽ അത് ചെയ്യാൻ പറ്റുമോ അവർക്ക്, അങ്ങനെ ചോദിക്കും. അവർ എന്ന് പറയുമ്പോൾ നമ്മുടെ വേർഡ് എന്താ, അവർ, ദേ. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുക, ക്യാൻ ദേ, ക്യാൻ എന്തായാലും ആദ്യം വേണം. ക്യാൻ ദേ ഗിറ്റാറ് വായിക്കാൻ പറ്റുമോ, പ്ലേ ദ ഗിറ്റാർ. വായിക്കുക എന്ന് പറഞ്ഞാൽ റീഡാണ്, പക്ഷേ ഗിറ്റാറ് വായന എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിലത് പ്ലേ ദ ഗിറ്റാറാണ് കേട്ടോ. ക്യാൻ ദേ പ്ലേ ദ ഗിറ്റാർ, അവിടെ ദ പറയണം കേട്ടോ എന്തായാലും ഗിറ്റാറിൻ്റെ ഒപ്പം. ക്യാൻ ദേ പ്ലേ ദ ഗിറ്റാർ, അവർക്ക് ഗിറ്റാർ വായിക്കാൻ പറ്റുമോ. ക്യാൻ ദേ പ്ലേ ദ ഗിറ്റാർ. അടുത്തത് ഞാൻ ചോദിക്കാം, നിങ്ങൾ കറക്റ്റായിട്ട് പറയണേ. അവൾക്ക് നടക്കാൻ പറ്റുമോ, നമ്മൾ പഠിച്ചതാണ്. ക്യാൻ ഷീ വാക്ക് അല്ലെ, അവൾ ഷീ, ക്യാൻ ഷീ വാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കുകയാണേ. അവൾക്ക് നടക്കാൻ പറ്റില്ലേ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ പറ്റുമോ എന്നല്ല, പറ്റില്ലേ. അപ്പോൾ ഇല്ലാന്നൊരു വാക്ക് വന്നില്ലേ, അതേപോലെ ഇംഗ്ലീഷിൽ നോട്ട് എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ കാൺട്ട് ഷീ വാക്ക്, നേരത്തെ നമ്മൾ ക്യാൻ ഷീ വാക്ക് എന്നാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കാൺട്ട് ഷീ വാക്ക്, പറ്റില്ലേ. അവൾക്ക് നടക്കാൻ പറ്റുമോ, ക്യാൻ ഷീ വാക്ക്. അവൾക്ക് നടക്കാൻ പറ്റില്ലേ, കാൺട്ട് ഷീ വാക്ക്. മനസ്സിലായില്ലേ. അപ്പോൾ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ക്യാൻ, പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാൺട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ചോദിക്കില്ലേ.
അപ്പോൾ ഇതും ഇതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ ഇങ്ങനെ തന്നെ. പറ്റുന്നില്ലേ എന്ന് ചോദിക്കാൻ കാണ്ട്. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ എങ്ങനെയായിരിക്കും? നിങ്ങൾ എന്ന് പറയുമ്പോൾ യു. അപ്പോൾ കാണ്ട് യു കേൾക്കുക, ഹിയർ. എന്നെ, മീ. എന്നെ എന്ന് പറയുമ്പോൾ മീ ആണേ, ഐ അല്ല കേട്ടോ. കാണ്ട് യു ഹിയർ മീ? കാണ്ട് യു ഹിയർ മീ? എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? കാണ്ട് യു ഹിയർ മീ? ഓക്കെ. ഇനി ഒരു സിമ്പിൾ സെൻറ്റൻസ് ചോദിക്കാം, ഉണ്ടാക്കണേ എൻ്റെ ഒപ്പം. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇംഗ്ലീഷിൽ ആരോടാ പറയുന്നത് അത് പറയണം. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? നിങ്ങൾ, യു. ക്യാൻ യു? സഹായിക്കുക, ഹെൽപ്പ്. ആരെ? എന്നെ, മീ. ക്യാൻ യു ഹെൽപ്പ് മീ? ആ ക്യാൻ യു വെച്ച് തുടങ്ങി പിന്നെ എന്താ ചെയ്യുന്നത്? ഹെൽപ്പ് മീ. പിന്നെ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട്, കുറച്ചുകൂടെ വിനയത്തോടെ പറയുമ്പോൾ പ്ലീസ് എന്ന് കൂടെ ചേർക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ നമ്മൾ ആ മലയാളം സെൻറ്റൻസിൽ നിങ്ങൾ അത് ചെയ്യണം എന്ന് പറയുന്നില്ല അല്ലേ? അങ്ങ് ഡയറക്റ്റ് പറയുമ്പോൾ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്നേ പറയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ ആ യു, നിങ്ങൾ എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിക്കണം. ചില സമയത്ത് നിങ്ങൾ ക്യാൻ, സഹായിക്കാൻ പറ്റുമോ, ഹെൽപ്പ്, അങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഡൗട്ട് വരും. അവിടെ ആരാ ചെയ്യേണ്ടത്, ആരാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്യണം. ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? ഇനിയിപ്പോൾ നിങ്ങൾ വല്ല ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾ നിങ്ങളോട് ചോദിക്കില്ലേ, ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അത് ചോദിക്കാൻ ഇതേപോലെ ഉപയോഗിക്കാം. ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ചോദിച്ചാൽ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമോ, പറ്റുമോ? അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ല, പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തോട്ടെ നിങ്ങളെ, ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ മേ ഐ ഹെൽപ്പ് യു എന്നും ചോദിക്കും, അല്ലെങ്കിൽ ക്യാൻ ഐ ഹെൽപ്പ് യു? നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും അസുഖം പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ, ഞാനൊന്ന് സഹായിച്ചോട്ടെ, എനിക്ക് സഹായിക്കാൻ പറ്റുമോ നിങ്ങളെ, ക്യാൻ ഐ ഹെൽപ്പ് യു? അങ്ങനെ ചോദിക്കാം. അപ്പോൾ ക്യാൻ എന്ന് പറയുമ്പം വളരെയധികം വിനയമുള്ള രീതിയിലല്ല നമ്മൾ പറയണത്. പക്ഷെ നമുക്ക് അടുപ്പമുള്ളവരോട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുള്ളവരോടൊക്കെ നമുക്ക് ക്യാൻ ഉപയോഗിച്ചാണ് സംസാരിക്കുക. ക്യാൻ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മേ, വളരെ ബഹുമാനം വേണമെങ്കിൽ മേ ആണ് ഉപയോഗിക്കുക. അത് നമുക്ക് പിന്നീട് പഠിക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അവരെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാണ്, എനിക്കിനി വീട്ടിൽ പോകാമോ? സമയമായി, കുറേ നേരം ഇവർ പിടിച്ചിരുത്തുന്നു, ഞാനിനി വീട്ടിൽ പൊക്കോട്ടെ, പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്കെന്ന് പറയാൻ ഐ. ക്യാൻ ഐ എന്താ ചെയ്യുക? വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഗോ. എവിടെ? വീട്ടിലേക്ക്, ഹോം. ക്യാൻ ഐ ഗോ ഹോം? എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? ക്യാൻ ഐ ഗോ ഹോം? അപ്പോൾ പല സാഹചര്യത്തിലാവാം അല്ലേ? ലേറ്റായി, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ, ക്യാൻ ഐ ഗോ ഹോം? ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുമെന്നാണെങ്കിലോ ക്യാൻ വി ഗോ ഹോം? ക്യാൻ ഐ ഗോ ഹോം എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? ക്യാൻ വി ഗോ ഹോം? ഞങ്ങൾ വീട്ടിൽ പൊക്കോട്ടെ അല്ലേ? ഞാൻ വീട്ടിൽ പൊക്കോട്ടെ, ക്യാൻ ഐ ഗോ ഹോം? മനസ്സിലായില്ലേ? ഞാൻ എന്തൊക്കെയോ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിരുന്നിട്ട് അവസാനം പറയും, അയ്യോ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ പറ്റുക എന്നുള്ള വാക്ക് വരുമ്പോൾ പൊതുവെ നമ്മുടെ കഴിവ്, നമ്മുടെ കപ്പാസിറ്റി അതൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എങ്ങനെ പറയും? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അത് ചോദ്യമല്ല അല്ലേ? അതൊരു സാധാരണ സെൻറ്റൻസാണ്, ചോദ്യമായിട്ടുള്ള സെൻറ്റൻസ് അല്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ക്യാൻ ആദ്യം വരണ്ട. ക്യാൻ ആദ്യം വരുന്നത് എപ്പോഴാണ്? ചോദ്യങ്ങൾ വരുമ്പോൾ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം, അത് പറയാൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എല്ലാം എന്ന് പറയാൻ എവറിത്തിങ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോൾ ചിലവർക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞെങ്കിലോ ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അപ്പോൾ ഒന്നും പറ്റുന്നില്ല എന്ന് പറയാൻ എനിത്തിങ്, എല്ലാം പറ്റുന്നുണ്ടെന്ന് പറയാൻ എവറിത്തിങ്. വ്യത്യാസം ഓർത്ത് വെക്കണേ. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അപ്പോൾ ഐ കനോട്ട് അല്ലെങ്കിൽ ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയ കോൺവെർസേഷൻസ് ഉണ്ടാക്കാം കേട്ടോ. അവൾ ബ്രിട്ടൻ നിന്നാണോ? ഒരാളെ കണ്ടിട്ട് വിദേശിയെ പോലെ ഉണ്ട്, അവൾ ബ്രിട്ടൻ നിന്നാണോ അങ്ങനെ ചോദിക്കും. അവൾ, ഷീ, ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ എസ് വേണം അല്ലേ? ഇസ് ഷീ അവിടെ നിന്നാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഫ്രം ബ്രിട്ടൻ കേട്ടോ. ഫ്രം എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഫ്രം വേണം. ഇസ് ഷീ ഫ്രം ബ്രിട്ടൻ? ആൾ ബ്രിട്ടനിൽ നിന്നാണോ? ഇസ് ഷീ ഫ്രം ബ്രിട്ടൻ? അതേന്ന് പറയാൻ യെസ് ഷീ ഇസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, യെസ് ഷീ ഇസ്. അപ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വിചാരിക്കണോ?
അടുത്തതായിട്ട് പറയേണ്ടത് അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ പറയും. എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കാൻ ക്യാൻ. അവൾ ഷീ. ക്യാൻ ഷീ സംസാരിക്കുക, സ്പീക്ക്. ക്യാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? ക്യാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? മനസ്സിലായില്ലേ? അവൾക്ക് പറ്റും. യെസ് ഷീ ക്യാൻ. യെസ് ഷീ ക്യാൻ. അവളുടെ കുട്ടികൾക്ക് മലയാളം മനസ്സിലാവുമോ? അങ്ങനെ ചോദിക്കും. അവളുടെ എന്ന് പറയാൻ ഹെർ. അവളുടെ കുട്ടികൾ ഹെർ ചിൽഡ്രൻ. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ പറയണത് അല്ലേ? അവളുടെ കാര്യം കഴിഞ്ഞു. ഇനി അവളുടെ കുട്ടികൾക്ക് മലയാളം മനസ്സിലാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കണേ. പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ. ക്യാൻ ആർക്കാണ്? ഹെർ ചിൽഡ്രൻ, അവളുടെ കുട്ടികൾക്ക്. ക്യാൻ ഹെർ ചിൽഡ്രൻ മനസ്സിലാവോ? അണ്ടർസ്റ്റാൻഡ് എന്ത്? മലയാളം. മനസ്സിലായോ? ക്യാൻ ഹെർ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് മലയാളം. അവർക്ക് പറ്റും. യെസ് ദേ ക്യാൻ. അവർ ദേ. യെസ് ദേ ക്യാൻ. അപ്പോൾ കുട്ടികൾ ഒന്നിൽ കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടല്ലേ കുട്ടികൾ എന്ന് പറയണേ. അപ്പോൾ അവർക്ക് പറ്റും എന്ന് പറയാൻ യെസ് ദേ ക്യാൻ. ഒരു നായയുണ്ട്. അപ്പം അതിനെ കണ്ടിട്ട് അത് അവളുടെ ആണോ, അത് അവളുടെ നായയാണോ എന്ന് ചോദിക്കും. ഇസ് ദാറ്റ് അത്. ഇസ് ദാറ്റ് അവളുടെ നായ. ഹെർ ഡോഗ്. ഇസ് ദാറ്റ് ഹെർ ഡോഗ്? അത് അവളുടെ നായയാണോ? ഇസ് ദാറ്റ് ഹെർ ഡോഗ്? അതെ. യെസ് ഇറ്റ് ഈസ്. നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ് ഒന്നുകൂടെ പോയി കാണണം കേട്ടോ. ഇത് കുറച്ചുകൂടെ പ്രാവശ്യം കണ്ട് എൻ്റെ കൂടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിച്ചാൽ നിങ്ങൾക്കിത് പറയാൻ പറ്റും. ഇനി ഒരു വാതിലുണ്ട്, അതൊന്ന് അടയ്ക്കുമോ അങ്ങനെ ചോദിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണമെങ്കിൽ അടയ്ക്കാൻ പറ്റുമോ എന്നല്ല അടയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ വാതിലൊന്ന് അടയ്ക്കാൻ പറ്റുമോ. അപ്പോൾ ആരാണ് ചെയ്യേണ്ടത്? നിങ്ങൾ അല്ലേ. അപ്പോൾ യു. ക്യാൻ യു അടയ്ക്കുക. ക്ലോസ് എന്താണ് അടയ്ക്കണ്ടേ? വാതിൽ. ദ ഡോർ. ക്യാൻ യു ക്ലോസ് ദ ഡോർ? ആ ഡോർ ഒന്ന് അടയ്ക്കാൻ പറ്റുമോ? ക്യാൻ യു ക്ലോസ് ദ ഡോർ? കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് പറയണമെങ്കിൽ ഒരു പ്ലീസ് ചേർക്കാം. ക്യാൻ യു ക്ലോസ് ദ ഡോർ പ്ലീസ്? ദയവ് ചെയ്ത് ആ വാതിലൊന്ന് അടയ്ക്കുമോ, അല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റുമോ? ക്യാൻ യു ക്ലോസ് ദ ഡോർ പ്ലീസ്? അപ്പോൾ ഈ ക്യാൻ കണ്ടോ, ക്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും കഴിവ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടോ? ക്യാൻ ഹെർ ചിൽഡ്രൻ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം? അതിനുള്ള കഴിവുണ്ടോ, എബിലിറ്റി ഉണ്ടോ, അത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് എടുത്തോട്ടെ, ക്യാൻ ഐ ടേക്ക് ദിസ്? ഈ രണ്ട് കേസിൽ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്, കോമൻസിൽ ഇത് എഴുതുക കേട്ടോ. അവർ ലേറ്റ് ആണോ? അവർ ഏതാ വാക്ക്? ദേ. അവർ ലേറ്റ് ആണോ? അവർക്ക് വേണ്ടിയിട്ട് അത്താഴം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളത് പ്രിപ്പയർ കേട്ടോ, അതാണ് വാക്ക്. പ്രിപ്പയർ, അത്താഴം, ഡിന്നർ. അവർക്ക് അത്താഴം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത്താഴം ഉണ്ടാക്കുമോ? ഈ പാത്രങ്ങൾ കഴുകാൻ എന്നെ സഹായിക്കുമോ? പാത്രങ്ങൾ എന്ന് പറയാൻ ദ ഡിഷസ് കേട്ടോ, ദ ഡിഷസ്. പാത്രങ്ങൾ കഴുകാൻ വാഷ്, കഴുകുക വാഷ്. സഹായിക്കുമോ, ഹെൽപ്പ് ചെയ്യുമോ? അതാണ്. നിങ്ങൾ ഈ പാത്രങ്ങൾ കഴുകാൻ എന്നെ സഹായിക്കുമോ? അതാണ് ചോദ്യം. എനിക്ക് സോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതാണ് അടുത്ത സെൻറ്റൻസ്. സോപ്പ് എവിടെയാണ് അത് പറയണ്ട. എനിക്ക് സോപ്പ് കണ്ടെത്താൻ പറ്റുന്നില്ല. ഷെൽഫിൻ്റെ അടിയിലൊന്ന് നോക്കുമോ? നോക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഷെൽഫിൻ്റെ അടിയിൽ നോക്കുന്ന ചെക്ക് എന്ന് പറഞ്ഞാൽ മതി. ഷെൽഫിൻ്റെ അടിയിൽ എന്ന് പറയാൻ അണ്ടർ ദ ഷെൽഫ്. അപ്പോൾ ഈ ക്ലൂസൊക്കെ വെച്ചിട്ട് വേണം സെൻറ്റൻസ് ഉണ്ടാക്കാൻ കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറയുന്ന ക്ലൂസും കൂടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വയം ഉണ്ടാക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം ആൻസേഴ്സ്. നിനക്ക് ഇത് ഉപയോഗിച്ചൂടെ എന്നാണ് അടുത്താൾ പറഞ്ഞത്. ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, സോപ്പ് മറ്റും ഇരിക്കുന്നുണ്ടാവും, അത് ഉപയോഗിച്ചൂടെ? ഈ സാധനം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ, ഉപയോഗിക്കാൻ പറ്റില്ലേ? അങ്ങനെ. അത് നല്ലതാണോ? അത് നല്ലതാണോ? അതേ നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കൂ. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾ എപ്പോഴാണ് പഠിക്കാമെന്ന് അറിയാം? നിങ്ങൾ സ്വയം ഈ സെൻറ്റൻസസ് ഉണ്ടാക്കി പരിശീലിക്കുമ്പോൾ ബുദ്ധിമുട്ടി ആ കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങളത് പഠിക്കുക. അതുകൊണ്ട് ഹോംവർക്ക് സ്കിപ്പ് ചെയ്യരുത്. നോർമലി നിങ്ങൾക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ ഇത് കഴിയുമ്പോൾ പറ്റണം. അപ്പോൾ അതിന് ഞാൻ മാത്രം എഫേർട്ട് എടുത്താൽ പോരാ, നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കണം. നിങ്ങളും ഇത് സെൻറ്റൻസസ് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം, എന്നാലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.